നന്നായിരുന്നു, അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. നല്ല പടമാണ്. മേക്കിംഗ് വൈസ് എല്ലാം ടോവിനോ സൂപ്പറാണ്. ടോവിയും വിനിയായിട്ടുള്ള സീൻസ് എല്ലാം സൂപ്പറാണ്. ദൃശ്യമാമ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും അവരുടെ പോർഷൻ എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. സോറി ആഫ്റ്റർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈവൻ അഖിൽ പോളിൻ്റെ മൂവീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് ഇപ്പം എല്ലാ കാര്യങ്ങളും നല്ല മൈന്യൂട്ടായിട്ട് തന്നെ അവർ കവർ ചെയ്യാറുണ്ട്, ഓരോ ഡീറ്റെയിൽസും സയൻറ്റിഫിക് രീതിയിലും എല്ലാം. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് പേഴ്സണലി അതിന് മേലെയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പടം. ഫാമിലിക്കെല്ലാം വരാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മൂവിയാണെന്ന് തന്നെയാണ് എൻ്റെ എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്നൊരു മൂവിയാണ്. ഫൈറ്റ്സ് ഉണ്ട്, അതേപോലെ മേക്കിംഗ് വൈസും എല്ലാം അടിപൊളി തന്നെയാണ്. ഒരു ഇംഗ്ലീഷ് പടം കാണുന്ന ലെവലൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയത്. താങ്ക് യു. നല്ല പടം, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ ചോദിച്ചു. അതെ 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 ആദ്യത്തെ പടം തണ്ണീർമത്തിന് ശേഷം വീണ്ടും തിയേറ്ററിൽ ഇറങ്ങിയ ഒരു പടമാണ്. സോ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. പിന്നെ ഓഡിയൻസുമായിട്ട് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഈ ബാക്കിയെല്ലാം നിങ്ങളാണ് പറയേണ്ടത്. എല്ലാവരും തിയേറ്ററിൽ പോയി ഐഡൻറ്റിറ്റി കാണാം. താങ്ക് യു. എന്താ പറയണ്ടേ? ഏതാ മൈക്കുണ്ടോ? എല്ലാവരുടെയും ഇത് തന്നെയാണോ? അത് നിങ്ങൾ പറയണം. ഈ വർഷത്തെ ഞാൻ എങ്ങനെയാ പറയാ? എനിക്ക് പറയാനായിട്ടില്ല. എൻ്റെ ഈ വർഷത്തെ ഹിറ്റ് പടമായിരിക്കും. താങ്ക് യു. ഇനി എന്താ പറയാ? നിങ്ങൾ കണ്ടോ? പടം കണ്ടോ? ഞാൻ അപ്ലോഡ് ഇവിടെ ചെയ്യണം? നിങ്ങളല്ലേ അപ്ലോഡ് ചെയ്യണേ? അത് ഞാൻ ചെയ്യണോ? നല്ല ഹീസ് എ വെരി നൈസ് ഗൈ ടു വർക്ക് വിത്ത്. ഭയങ്കര പാവമാണ്, അടിപൊളിയായിരുന്നു. ഞാൻ പോട്ടെ. ടോവിനോ സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നല്ല ത്രില്ലറാണ്, ഇൻ്റലിജൻറ്റ് മൂവിയാണ്. ട്വിസ്റ്റ് കുറേയുണ്ട്. മാർക്കോട്ട് ലെവലിൽ വരുന്നുണ്ട്. വയലൻസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്. എല്ലാം കൊണ്ട് നല്ലൊരു എൻ്റർടൈനർ. മെസ്സേജ് ഉണ്ട്. ഭയങ്കര ഹിറ്റായിരിക്കും. ടോവിനോയുടെ കരിയറിലെ ഒരു വലിയൊരു ഫിലിമായിരിക്കും. എഡിറ്റിംഗ് നല്ലതാണ്, സ്ക്രീൻ പ്ലേ, മേക്കിംഗ് എല്ലാം നല്ലതാണ്. ടോവിനോ സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പടം നല്ലൊരു എൻ്റർടൈനറാണ്. അപ്പോൾ നല്ല മെസ്സേജ് ഉണ്ട്. ഇതൊരു പക്ക ടോവിനോ തോമസ് ഫിലിമാണ്. അർച്ചന കവിയുടെ ശക്തമായി തിരിച്ചറിവുക. പടം ത്രില്ലറാണ്, ആക്ഷൻ ത്രില്ലറാണ്. ക്ലൈമാക്സിൽ വയലൻസ് എല്ലാം ഉണ്ട്. എന്നാൽ ഫാമിലി കാണാൻ പറ്റുന്ന പടമാണ്. ഒരുപാട് ട്വിസ്റ്റ് ഇട്ട് കഥയില്ല. ത്രില്ലറാണ്, നല്ല മേക്കിംഗ് ആണ്, എഡിറ്റിംഗ് നല്ലതാണ്. ഒരു ലാഗ് ഞാൻ കാണുന്നില്ല. എന്തായാലും ടോവിനോയുടെ കരിയറിലെ ബെസ്റ്റ് ഫിലിമായിരിക്കും. പുള്ളിക്ക് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് പോകും. പിന്നെ മാർക്കോട്ട് ലെവലിലേക്ക് വരുന്നുണ്ട് പടം. ഭയങ്കര കളക്ഷനായിരിക്കും. എല്ലാം കൂടെ നല്ല എൻ്റർടൈനറാണ്. ഈ വർഷത്തെ ഫസ്റ്റ് ഹിറ്റ് ആയിരിക്കും. മാർക്കോട്ട് ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആക്ടിംഗ് വൈസ് ആണെങ്കിലും മൊത്തത്തിലൊരു ബിഗ് സ്കെയിൽ മൂവിയാണ്. ഇതിൽ ഈ പടം ചെയ്യാനായിട്ട് ഒത്തിരി എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡയറക്ടേഴ്സ് ആണെങ്കിലും ആ ടീം ആണെങ്കിലും ഒത്തിരി കഷ്ടപ്പെട്ട പടമാണ്. അതിൻ്റെ റിസൾട്ട്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ എന്തായാലും കാണാൻ പറ്റും. എല്ലാവരും പോയി കാണുക. ഈ പടത്തിൽ ചെറിയൊരു വേഷം ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അതിൽ ഡയറക്ടേഴ്സ് ഞാൻ താങ്ക്സ് പറയുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക. നല്ല മേക്കിംഗ് ആണ്, ഹോളിവുഡ് ക്വാളിറ്റി മേക്കിംഗ് ആണ്. ടോവിനെ ഈ പ്രാവശ്യം തൂക്കിയെന്ന് ഉറപ്പാണ്. ടോവിനോ തീർച്ചയായിട്ടും അടിപൊളിയായിട്ടുണ്ട്. നല്ല ക്വാളിറ്റി മേക്കിംഗ് ആണ്. അതായത് ഇംഗ്ലീഷ് സിനിമകളിൽ കണ്ടുവരുന്ന ക്വാളിറ്റി ഉണ്ട്. ഒരിക്കലും നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. നമ്മളെപ്പോഴും ഭയങ്കര എൻഗേജ്ഡ് ആയിരിക്കും. എന്താണ് ശരിക്കും ഓരോന്നിങ്ങനെ ചുരുളഴിഞ്ഞ് വരുവാണല്ലോ, നമ്മളിങ്ങനെ നോക്കിയിരിക്കും.